ഹലോ, അങ്ങനെ ഇന്ന് നമ്മൾ പുതിയൊരു എപ്പിസോഡിലോട്ട് പോകാട്ടോ. ബാക്കിൽ നിൽക്കുന്ന കാട്ടാളന്മാരെയൊക്കെ കണ്ടല്ലോ. യെസ്, നമ്മളെല്ലാം കൂടെ ഒരു ചെറിയ യാത്ര പോവാണ്. എൻ്റെ ബാക്കിൽ ആകാശുണ്ട്, ധർമ്മജൻ മ്യാമൻ ഉണ്ട്, മീനാക്ഷി ഉണ്ട്, പിന്നെ പൊന്നിയുണ്ട്. നമ്മളെല്ലാം കൂടെ ഒരു യാത്ര, വലിയ ഒരു യാത്ര പോവാണ്. മീനാക്ഷിയുടെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ യാത്ര തുടങ്ങാൻ പോകുന്നുണ്ട്. വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അവിടെ ആരോട് ഭയങ്കരമായിട്ട് ഫോൺ വിളിച്ചു. യെസ്, മീനാക്ഷിയുടെ ഹോമിലേട്ട് നമ്മൾ പോണേ. ഹോം ടൂർ ആണോന്ന് ചോദിച്ചാൽ ഹോം ടൂർ ആണോ? അല്ല, അതാണ് മറ്റേ വരുന്നോ പോരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചു. വെറുതെ ഒന്ന് ഓണത്തിന് എന്റെ വീട്ടിലേക്ക് വരുന്നോന്ന് മറ്റേ ഓണത്തിന് വരുന്നോന്ന് ചോദിച്ചാൽ ഓണം കഴിഞ്ഞു, പക്ഷെ എന്നാലും നമ്മൾ പോയിട്ട് വരാം. അപ്പോൾ വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ഓക്കെ 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 ഓക്കെ. അവിടെ ഏതാണ് ചെരുപ്പ് പെട്ടിയും പൊക്കണമൊക്കെ ആയിട്ട് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്തു സെറ്റായിട്ട് നമ്മൾ പോകാൻ തുടങ്ങാണ്. പണ്ട് വീഡിയോ ഇടുമ്പോൾ സ്ഥിരം വരുന്ന കമന്റാണ്, പൊന്നിയുടെ തോളത്ത് ഈ ബാഗ് അത് പിടിപ്പിച്ചേക്കുവാണോ. അത് എപ്പോഴും ഉണ്ട് അവളുടെ തോളത്ത്. ഭയങ്കര തിരക്കിലാണ് ധർമ്മജൻ മാമൻ. എനിക്ക് വയ്യ. മിന്നണോന്ന് അമ്മ പറഞ്ഞേക്കുന്നത്. ചെരുപ്പില്ല, പാന്റ് ഞങ്ങള് യാത്ര സ്റ്റാർട്ട് ചെയ്യണം. കോന്നി ടു തൃശ്ശൂർ. കാരണം തൃശ്ശൂർ എടുക്കാനുണ്ട്. ശരിയാണല്ലോ, അത് ഞാൻ ഒരാളൊക്കെ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാലക്കാട്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ വണ്ടിക്കകത്ത് കയറിയിട്ട്. ഓക്കെ ഓക്കെ ബാ. അയ്യോ, എന്റെ ലെഫ്റ്റ് ആംഗിൾ എന്തോ കാണിക്ക് ആരത് കാലത്തിന്റെ പിന്നാമ്പുറം. രണ്ടാളും ഇതുവഴിയേ പാടലിയാ പാടല്ലേ. എന്താണ് സുഖം? വണ്ടി എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, പുറകിലായി പോയി. അവന്റെ കൊടുത്തോ? ബാബം പാവ അയ്യോ, അതെന്റെ ആയിരുന്നല്ലേ. എന്റെ തന്നെ കൈമുട്ടായിരുന്നു. നമ്മളിപ്പോ ഏകദേശം മണിമല എത്തിയിട്ടുണ്ട്. എല്ലാരും വിശന്നിരിക്കുന്നുണ്ട്, വീഡിയോ എടുക്കാനൊന്നും ഒരു ആവേശമില്ല, സുഖമില്ല. കണ്ടില്ലേ, ധർമ്മജന് വയ്യ. മല വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പാട്ടൊക്കെ പാടി നമ്മള് എവിടെയെങ്കിലും നിർത്തി ആഹാരം കഴിച്ചാൽ എനർജി കിട്ടുള്ളൂ. വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് ഇറക്കിയതാ. ഇവന് ഗ്യാസ് കയറുന്നു പറഞ്ഞിട്ട് ഇത് അവൻ പോലും ചവിട്ടിട്ടില്ല. ഹോട്ടൽ കണ്ടിട്ടില്ല ഇതുവരെ ഒരു ഹോട്ടൽ കണ്ടിട്ടില്ല. ഇത് ഏത് രാജ്യമാണ്? നമ്മള് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുക. ആർക്കും ഒരു എനർജി ഇല്ല. അതുകൊണ്ട് ഞങ്ങള് കഴിച്ചതിന് ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് പറയുകയും കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ഞങ്ങള് എളിയ സ്ഥലം പൊൻകുന്നത്ത് വന്ന് ഇന്ത്യൻ കോഫി ഹൗസ്. ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ കഴിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിളിച്ചോണ്ട് വന്നതാണ്. അപ്പൊ ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിലെത്തി. അത് തന്നെ വണ്ടി പോയ വഴി ഞങ്ങൾ തിരിച്ചു വന്നതാണ് ഇങ്ങോട്ട്. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കട്ടെ. ഫുഡ് വന്നതോ ഫുഡ് ഓർഡർ ചെയ്തൊന്നും എടുക്കാൻ പറ്റിയില്ല. അമ്മാതിരി വിശപ്പിന്റെ വിളിയായിരുന്നു. കഴിച്ചു കഴിഞ്ഞു കോഫി കുടിച്ചോണ്ടിരിക്കും.
ചെയ്യാനുള്ള ചടങ്ങ് വരുന്നുണ്ട്. അതെ ബില്ല് വന്നത് കാര്യം പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാം. അതായത് നമ്മൾ വീട്ടിൽ ക്ഷണിച്ചത് മാത്രമല്ലാതെ നമ്മൾ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള സകല ചെലവും സ്വയം ഐശ്വര്യം നോക്കിക്കോളും. ചേട്ടാ ഒരു ബില്ല് പോലും കൊടുക്കരുത്, എല്ലാം ഞാൻ തന്നെ കൊടുക്കുമെന്ന് ഐശ്വര്യം പറഞ്ഞിട്ടുണ്ട്. ബില്ല് ശരിയല്ല, വേണ്ട, പൈസ ഞാൻ കൊടുക്കും. എന്നെ തന്നാ മതി. അയ്യോ, വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്ന ചടങ്ങാണ് അടുത്തത്. അത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കിട്ടിയത്. അങ്ങനെ വണ്ടി കൈമാറിയിരിക്കുകയാണ്. ബേബി മോൻ സാരഥിയായി ഞങ്ങളെ കൊണ്ടുപോകുന്ന ഞങ്ങളുടെ എല്ലാ ചെലവുകളും ഏറ്റെടുത്ത് ഞങ്ങളെ പാലക്കാടേക്ക് കൊണ്ടുപോകുന്ന ഞങ്ങളുടെ മീനാക്ഷി കുട്ടി ഇരിക്കുന്ന ഇരിപ്പ് എവിടാ നോക്കി, അമ്മാവന്റെ ബാഗിന്റെ മുകളില്, അമ്മാവന്റെ ബാഗില്. ആ അതാണ് മനെ, വണ്ടി ഓടിച്ചോളൂല്ലേ? ആരോടാ? അതാ നമ്മളിപ്പോ എവിടെ എത്തിയത്? മടക്കത്താവനോ? മടക്കത്താൻ, തൊടുപുഴ. അങ്ങനെ നമ്മൾ തൊടുപുഴ കഴിഞ്ഞു. പാറപ്പള്ളി ഒന്നും കയറിയില്ല. നമ്മള് നേരെ തൊടുപുഴ കഴിഞ്ഞു. ഇനിയിപ്പം ഗിരീഷിന്റെ വീട്ടിലോട്ട് പോവാം. ഗിരീഷിന്റെ വീട്ടിലോട്ട് പോകുന്നു, ഗിരീഷിനെ പിക്ക് ചെയ്യുന്നു. അല്ല, അവിടെയാണ് നമുക്ക് ഫുഡ് അല്ലേ? അപ്പൊ അവിടെ ഫുഡ്. വീടുകളുടെ ഭംഗി എല്ലാം കിടുക്കാച്ചി വീടുകളാ. ഓഹോ, വെറുതെ ഫ്രെയിം വെക്കുമ്പോഴേ അടിപൊളിയാണല്ലോ. നല്ല നല്ല വീടുകൾ, നല്ല റോഡ്. നമ്മളെപ്പോഴും റോഡുകളെ കുറ്റം പറയുമ്പോ അല്ലടാ, നമ്മളെ റോഡുകളെ കുറ്റം പറയുമ്പോ നല്ല റോഡാകുമ്പോ നമ്മൾ അതും പറയണം. കാര്യം നമ്മൾ ഇതുവരെ വന്ന റോഡുകളെല്ലാം അടിപൊളി റോഡായിരുന്നു. ഗാനങ്ങൾ ആലപിക്കാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബിബിൻ ബെന്നി. മീനാക്ഷി ഇത്രക്കാരി അല്ല, അഖിലല്ല ഞങ്ങളുടെ മീനാക്ഷി. സ്വന്തം നാട്ടിലേക്ക് അടുക്കും തോറും സ്വയം അയ്യോ, തനിസ്വരൂപം പുറത്തു വന്നോണ്ടിരിക്കുന്നു. അതല്ലേ നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാ നീ തീർത്ത മൺവീണ നീ എൻ സർഗ സൗന്ദര്യമേ നീ എൻ സത്യ സംഗീതമേ പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം ഗോപുരം നീളെ 1000 ദീപം മെഴുകിയുരുകി മെഴുകുതിരികൾ ചാർത്തി നീയും കൂടെ പാടുന്നു നീ എൻ സർഗ സൗന്ദര്യമേ മനുവേഷം നനയുമ്പോൾ മറുവേഷം വരുമ്പോൾ എവിടെയാണോ നന്മകൾ എവിടെ പൊയ്യുമ്മകൾ ഈ വേഷം എന്താണീ നാനാനവയം തിരുവഴി നിന്റെ വീഴിൽ കണ്ടു വരാതെ വന്നവൻ ദേവി നീലവാനച്ചോലയിൽ നീതിടുന്ന ചന്ദ്രികേ വേല കഴിഞ്ഞു ആവണി പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു കാറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ വേണുകർന്നേവരാ ചെല്ലപ്പൂ ചെഞ്ചുണ്ട് കൂടിക്കൊണ്ടേ വരാം രാവിൻ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ
നക്ഷത്രങ്ങൾ തേടി നവരാത്രങ്ങൾ തേടി നിന്നെ അന്തിപ്പൻവട്ടം കടലിൽ നെല്ല് താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിൽ മാണിക്കച്ചെപ്പ് പെണ്ണിൻ മാണിക്കച്ചെപ്പ് ആരീരാരം നിഴറല്ലേ മണിമുത്തേ കൺമണി വീട്ടിലെ തിങ്കൾ നീയം കൂട്ടിലെ ഈണക്കോടും പാട്ടിൽ താളം പകരാ പേരമണിപ്പൂവിലെ തേനൊഴുകും പാട്ടിലെ നിൽക്കുന്നു ഞങ്ങളുടെ അതിന്റെ അപ്പുറത്തെ പാടത്തിന്റെ കരയിൽ ഞങ്ങളെ കാത്ത് ഓ മോനെ എടാ ഇറങ്ങട്ടെ ഞാൻ ഇറങ്ങാം എടാ അത് ഞാൻ ഇറങ്ങട്ടെ അങ്ങനെ വേണ്ട നിന്നെ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യും എടാ മോനെ ഇതാണ് കണ്ടോ ഗൈസ് ഒന്ന് സെറ്റായിട്ട് വന്നല്ലോ സമ്മതിക്കില്ലടാ പോലെ സമ്മതിക്കില്ല കമോൺ ഇതാണ് നമ്മുടെ ഗിരിമുത്തിന്റെ വീട് ഇതാ പൊളി സ്ഥലമാടോ ആദ്യം ഞാൻ സ്ഥലം ഒന്ന് കാണിച്ചോട്ടെ ഇതുണ്ടോ അടിപൊളി കിഡിലും വൈബ് സ്ഥലം കുറേ തെങ്ങുകളും വയലും എടാ എൻ്റെ അമ്മ മാവ് ജാതിമരം സെറ്റ് സ്ഥലമാണ് കേട്ടോ സെറ്റ് സ്ഥലം അങ്ങനെ ഗിരിമോൻ്റെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആരാ ആടാ ബെസ്റ്റ് പറഞ്ഞ് ഇങ്ങനെ എത്തി എങ്ങനെ ഇരിക്കും ഓ ഒന്നുമില്ല ആരിത് ഇതാരാ മാമന്റെ മുത്തേ ടിഷു ടിഷു അങ്ങനെ നമ്മള് ഇതാണ് നമ്മുടെ ഗിരീശന്റെ സ്വന്തം അത് തന്നെ ഗിരീശന്റെ സ്വന്തം ഭവനം ഇല്ലടാ വരൂല്ലടാ എല്ലാരും കയറാം അയ്യോ പാവം നീങ്ങണില്ല ആ യെസ് നമ്മളകത്തേക്ക് പോവാണ് അകത്ത് അങ്ങനെ നമ്മൾ ഗിരീഷിന്റെ ഭവനത്തിലേക്ക് ഭക്ഷണം വേണം നമ്മുടെ ഏഷ്യാണ് കാളവണ്ടി കെട്ടി വലിക്കുന്ന ആ അത് തന്നെ ഇവിടെ ആ കൊറേ അനുമോദനങ്ങളുണ്ടല്ലോ ഗിരീഷ് എടാ ഞങ്ങള് വരുന്ന പ്രമാണിച്ച് കാശ് കൊടുത്ത് മേടിച്ച് വെച്ചേക്കാണോ അത് എന്റെ പൊന്നെ ഇതാണ് നമ്മുടെ ഗിരീഷിന്റെ പഴയ കോലം എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ ഗിരീഷ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഗിരീഷ് എവിടെ അത് ഞാൻ സോമിയത് കാണിച്ചു നീ കാശ് കൊടുത്ത് മേടിച്ചാണോ അത് നമ്മൾ വരുന്നേം പ്രമാണിച്ച് PTA കമ്മിറ്റി ഓ ഐശ്വര്യ ഞെട്ടി നിൽക്കുകയാണ് ഗിരീഷിന്റെ കോലം കണ്ടിട്ട് എവിടെ എല്ലാരും ഉണ്ടടാ വേറെ ആരില്ല ഇവിടെ ഇവിടെ ഉണ്ട് എന്തൊക്കെയോ പണിയല്ലോ എന്താ സാധനം ഇത് നിനക്കിന്ന് ജോലിയില്ല അപ്പൻ ലീവ് എടുക്കാൻ അറിയാം അതാ എന്നാ പിന്നെ 2-3 ദിവസം ലീവ് എടുക്കും നീ എറിഞ്ഞിട്ട് ഇവൻ എറിഞ്ഞിട്ട ആദ്യത്തെ മാങ്ങയാണ് ഇത് പിന്നത്തെ മാങ്ങയിലാണ് ഈ ജ്യൂസ് നമ്മുടെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് ജ്യൂസ് കിട്ടിയില്ല
എന്നാ വെച്ചാൽ ഒരു കുഞ്ഞുങ്ങളുള്ള ഒരു വീട്ടിലേക്ക് കയറി വന്നിട്ട് ഒരു സാധനം മേടിക്കാതെ കയറി വന്നിരിക്കുകയാണ് ഞാൻ ഉൾപ്പെടെ എല്ലാരും. സംഭാവന ചെയ്ത ഗിരീഷിനും കുടുംബത്തിനും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഞങ്ങൾ സാന്ത്വനം ടീമിന്റെ വക അറിയിച്ചു കൊടുക്കുന്നു. കടപ്പാട് ഒരു സ്വർണ്ണത്തരിയായി മാറി തലചായ്ക്കാൻ മോഹിച്ചെത്തി ഒരു കുമ്പിൽ പനിനീരായി പാട്ടിലറിഞ്ഞു തുളുത്തി ഞാൻ നിനക്കെന്റെ മനസ്സിലെ മലരിന്റെ വസന്തത്തിൽ അഴകിലോ മലഞ്ഞു തരാം സ്വപ്നത്തിൻ വാതിൽ പടിമേൽ വന്നു വിളിച്ചോ നീ എന്നെ. ആരാ ജീപ്പ് ഓടിക്കുന്ന ആരാ? ജീപ്പ് ഓടിക്കുന്ന ആരാ? ഇടിച്ചിട്ട് നേരെ നോക്കി വണ്ടി ഓടിക്കേ. കരയിച്ചു കൊച്ചിനെ കരയിച്ചെല്ലാമാരുടെ. ധർമ്മമാമനെ കണ്ട് പേടിച്ച് ഗിരീഷിന്റെ വീട്ടിൽ വന്നിട്ട് ഇത്രയും പേരെ ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ പോന്നേണ്ട. വാ വടിയും കുത്തിയൊക്കെ വിട്ട് വാടാ. അടിപൊളി സ്ഥലം എന്റെ പൊന്നു മോനെ. കൊയ്യാനത്തണ പാവാണ് തങ്കക്കീനാകളെ തഞ്ചിച്ചും കൊഞ്ചിച്ചും താരാട്ടാനുള്ള എന്താ പറഞ്ഞേ? കസ്തൂരി വെച്ച് പാടും മറ്റേ തിങ്കൾ വന്നു കൊണ്ടുവന്ന പൂക്കാലമെന്റെ ചുണ്ടിലുമ്മ വെച്ചതേ തുമ്പി തുള്ളും ചെല്ലച്ചെറു പ്രായം മറക്കുടയാൽ മുഖം മറയ്ക്കും അങ്ങനെ മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല. ഫോട്ടോഗ്രാഫി ഓ കണ്ടെടുക്കുന്നു. അടിപൊളി സ്ഥലം വായോ. ഓ വെയിലിന്റെ ആള് വന്ന് ടാൻ അടിക്കും. ഭയങ്കരമായ ഫോട്ടോഗ്രാഫി. അരുൺ ഫോട്ടോഗ്രാഫർ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതന്നെ മോഡൽ ആതിര. ഓ എന്താ ചെയ്യാ? അയ്യോ പാവം. ഞങ്ങൾ ഇങ്ങോട്ട് കംപ്ലീറ്റ് എല്ലാവരും ഇവിടെ എടുക്കുന്നത്. ഗിരീഷ് നമ്മളെ ഏതോ ഒരു ഹോട്ടലിൽ എവിടെയോ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. വാസവണ്ണന്റെ ഹോട്ടൽ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ഡ്രൈവർ വണ്ടിയിൽ കയറി വണ്ടി എടുത്തു. ധർമ്മജൻ ഓക്കെ, എല്ലാവരും സെറ്റാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. എല്ലാവരും റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ബാക്കി വിശേഷങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അരുണേ ഇതാണ് വാസുവേട്ടന്റെ കട. ഇതാണ് ഗിരീഷ് പറഞ്ഞ വാസുവേട്ടന്റെ കട. ഇതല്ലേ അരുണേ വാടാ. ഇതാണ് ഗിരീഷ് പറഞ്ഞ വാസുവേട്ടന്റെ കട. ഈ മോനെ ഇതിന് കിട്ടിയില്ല നിന്നെ കൊല്ലും ഞാൻ ഇന്ന്. അതെ അത് അങ്ങനെയാണല്ലോ. അത് പറ്റില്ലല്ലോ. അത് അങ്ങനെ നമ്മള് വാസുവേട്ടന്റെ കടയില് വന്നിട്ടുണ്ട്. ദാ എല്ലാരും വന്ന് ഇരുന്ന് കഴിഞ്ഞു. എടുത്തോ എന്നാ പരിപാടി പോർക്കുണ്ടോ? നല്ല പോർക്കിട്ട് കോഴി കോമ്പോയിട്ട് എടുക്കാം. നമുക്ക് എല്ലാവരും കൈമാറി തിന്നാവുന്ന രീതിയിൽ കോഴി ബീഫ് കഴിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഞാൻ എടുക്കാം. എടുത്തോ എല്ലാം എടുത്തല്ലോ. എടുക്കാൻ പാടില്ല. എന്നിട്ട് വേണ്ട
ഐശു ഫുഡ് എങ്ങനെയുണ്ട്? ഗംഭീര ഫുഡ്. അതാണ് അടിപൊളി ഫുഡ് അല്ലേ? എന്താ നിങ്ങൾ സീരിയൽ ആക്ട്രസാ? വാ ബിബി, ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. അതാണ് ഇത് സ്ഥലം ചാലക്കുടി അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വരണം. വാസു ഗംഭീര ഫുഡ്. ഗംഭീര ഫുഡ്. എന്തൊക്കെയുണ്ടായിരുന്നു? കണവ ഉണ്ടായിരുന്നു, കക്ക ഉണ്ടായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു, ഡക്ക് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. ടോട്ടലായിട്ട് നമ്മള് ആഹാരം കഴിച്ച് തൃപ്തിയോടുകൂടിയാണ് ഇറങ്ങിയത്. കിട്ടില്ല ഫുഡ്. ഈ റൂട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ. ഗിരീഷ് ഒരിക്കൽ കൂടെ സ്ഥലത്തിന്റെ പേര്? സ്ഥലത്തിന്റെ പേര് ഇലഞ്ഞിപ്ര. ഇലഞ്ഞിപ്ര. അതായത് അതിരപ്പള്ളി പോണ റൂട്ട്. നിങ്ങൾ അതിരപ്പള്ളി പോയി എൻജോയ് ചെയ്തിട്ട് നേരെ ഒരു 12:30 1 മണിയാകുമ്പോ നേരെ ഇലഞ്ഞിപ്ര റൂട്ടിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ വരണം. കാരണം ഫുഡ് ഭയങ്കര തിരക്കവിടെ. അടിപൊളി. അപ്പൊ അങ്ങനെ എല്ലാവരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അത് ആ വാസോട്ടന്റെ കടയിലെ ഭക്ഷണം അതങ്ങട് പെടുത്തി കളഞ്ഞ എല്ലാരെയും. അങ്ങനെ എല്ലാരും നല്ലപോലെ ഫുഡ് അടിച്ചിട്ട് ഇപ്പതാ ഗിരിയുടെ വീട്ടിൽ നിന്ന് നമ്മള് ഐശുവിന്റെ വീട്ടിലേക്ക്. ഐശു, ലെറ്റ്സ് ഗോ. യാ, അപ്പൊ നമ്മള് പിന്നെ ഐശുവിന്റെ വീട്ടിലേക്ക് പോകട്ടോ. എല്ലാരും ഏകദേശം മറ്റേ മത്ത് പിടിച്ച് പായസമൊക്കെ കുടിച്ച് മത്ത് പിടിക്കാന്ന് പറയില്ലേ, ആ അവസ്ഥയിലായിട്ടുണ്ട്. അമ്മാവനെ മാമൻ അങ്കിൾ ഉറക്കൊന്നും ആരുമായിട്ടില്ല. അതാണ് എല്ലാരും ഭയങ്കര കിളിപോയ അവസ്ഥ. ഭക്ഷണം കഴിച്ച് മത്ത് പിടിച്ച് കിടന്ന് ഉറങ്ങാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാരും പോവാണ്. ഗിരീഷ് ഉണ്ട് നമ്മുടെ കൂടെ. ഗിരീഷ് പക്ഷെ ഫ്രണ്ടില് വേറൊരു വണ്ടിയിൽ ഗിരീഷ് ഉണ്ട്. അപ്പൊ ഗിരീഷ് വൈഫിനെ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ വൈഫിന് ജോലി ഉള്ളതുകൊണ്ട് നമ്മുടെ വരുന്നില്ല. അപ്പം ആളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഗിരീഷ് നമ്മളോട് ജോയിൻ ചെയ്യും. അങ്ങനെ നമ്മള് കുതിരാന്തരംഗത്തിലേക്ക് കിടക്കുകയാണ്. കുതിരാൻ തുരങ്കം കൈന്നിട്ടാണോ നീ? ആടി ഓടി കീടിക്കൻ. എത്ര കിലോമീറ്റർ ഉണ്ട്? അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്, അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഐശ്വര്യ വീട്ടിൽ ചെന്നിട്ട് ബാക്കി ചായ ഇവിടെ വെച്ചോ. ഐശ്വര്യ വീട്ടിൽ വന്നപ്പോ ഐശ്വര്യ ചായ കിട്ടുമെന്ന് കൈവറക്കുന്നല്ലോ. ഐശ്വര്യ ചായ ശരിയുന്നുണ്ടല്ലോ. ഇപ്പൊ വേണമെങ്കിൽ കൊച്ചിന്റെ ഫോൺ കണ്ടോ? അതെ, ലൈവില് എന്താണോ. ഓ പോടാ അച്ചാന്നോ. അതെ ഇനി കൊണ്ടുവന്നേ, എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഐശ്വര്യ വീട്ടിലെത്തി കയറുന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര അത് ഷൂട്ട് ചെയ്തോണ്ടിരുന്ന നമ്മളെ പന്നി കൊണ്ടുപോകും. അതുകൊണ്ട് ഓടി ചാടി ഇങ്ങനെ കയറി വീട്ടിനുള്ളിലേക്ക് കയറി. ഐശ്വര്യ വീടാട്ടോ. ഇന്ന് ഇതിപ്പോ നൈറ്റായി. ലൈറ്റ് ഭയങ്കര കുറവ്. അതുകൊണ്ട് ഞാൻ ഇപ്പം കൂടുതലായിട്ട് ഒന്നും കാണിക്കില്ല. നാളെ നേരം എടുക്കട്ടെ. നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട് അതന്നെ മുഖമൊക്കെ ഭയങ്കര ഫ്രഷ് ആയതുകൊണ്ട് നാളെ നേരം എടുത്തിട്ട് ബാക്കി വീഡിയോ കാര്യങ്ങളും എല്ലാം ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോ അതുവരേക്കും ടാറ്റാ, ബൈ ബ്രോ. ബൈ.